ജോലിയും വിദ്യാഭ്യാസവും എല്ലാത്തിൻ്റെ പൂർണ്ണതയിലാണെന്ന് കരുതുന്നവർക്ക് ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ്. സത്യം ജോലിയും വിദ്യാഭ്യാസം കൊണ്ടൊന്നും ആൾക്കാർക്ക് ബുദ്ധി ഉണ്ടാവത്തില്ലെന്നേ, വെറും പെടലകളാ. മരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എത്ര സൗഭാഗ്യം എല്ലാവരും വിചാരിക്കും മരിക്കുന്നതിൻ്റെ കാരണം ദാരിദ്ര്യവും കടവും ഈ പറയപ്പെടുന്ന പരീക്ഷാ ഫെയിലിയറും ജോലിയില്ലായ്മയും തൊഴിലില്ലായ്മയൊക്കെയാണെന്നാണ് വെപ്പ്. പക്ഷെ അങ്ങനെയൊന്നും ഒരു കാരണവും ഇല്ലാതെയും ചിലവർക്ക് ആത്മഹത്യ ചെയ്യാൻ സാധിക്കും. ആ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്താ ചാനലുകൾ ഇൻക്ലൂഡിങ് നമ്മുടെ ചാനൽ ഉൾപ്പെടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസായിട്ട്. അപ്പൊ അതെന്തായാലും നമ്മൾ ചർച്ചയ്ക്ക് വേണ്ട ഒരു കാര്യമല്ലേ പോകുന്നത്? തീർച്ചയായും അല്ലേ? ഈ പറയപ്പെടുന്ന മേഘ, നല്ല സുന്ദരമായ മുഖം, നമ്മൾ കാണുമ്പോൾ നല്ല സുന്ദരി കുട്ടി. അവളുടെ ബാക്ക് ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഏക മകൾ, ആണായിട്ടും പെണ്ണായിട്ടും ഒരേ ഒരു മകൾ. പക്ഷേ ഐബിൽ അതിലും ഏറ്റവും വലിയ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ അവൾ പഠിച്ച സബ്ജക്റ്റ് ഏറ്റവും വെറൈറ്റി ആയിട്ട് ഡൽഹിയിൽ നിന്നാണ് അവൾ പഠിച്ചിറങ്ങിയത്, ഫോറൻസിക് സയൻസ്. അത് ഒരുവിധപ്പെട്ട നമ്മളായി പഠിക്കുന്ന ഒരു സാധനമല്ല. ഞാൻ പണ്ട് വനിതാ മാഗസിനിൽ വായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. അത് പഠിക്കണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അത്ര ബുദ്ധിയില്ലാത്തത് ഞാൻ പഠിച്ചില്ല. ബട്ട് ഇവളത് പഠിച്ചു. അതും എല്ലാവരും പല വ്യത്യസ്തങ്ങളെ കോഴ്സുകൾ പഠിക്കുന്നു. പക്ഷെ അതിനനുസരിച്ച് ജോലി ഇറങ്ങിട്ടുന്നില്ല. ഐബിയിൽ ഇന്റലിജൻസ് ബ്യൂറോ, അതായത് അതും ട്രിവാൻഡ്രം എയർപോർട്ടിൽ, സ്വന്തം പത്തനംതിട്ടക്കാരിയാണ്, സ്വന്തം നാട്ടിൽ തന്നെ കിട്ടുന്നു. പത്തനംതിട്ട എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നു. സെൻട്രൽ ഗവൺമെന്റിൽ ദൂരേക്കൊക്കെ അവർക്ക് അയക്കാം. പക്ഷെ അവർക്ക് IB വിഭാഗത്തിൽ കിട്ടുന്നു. ഇന്റലിജൻസ് വിങ്ങിലാണ് കിട്ടുന്നത്. ഇത്രയും മനോഹരമായ ഒരു ജോലി, ഇത്രയും സ്മാർട്ടായിട്ടുള്ള ജോലി, വെറും 24 വയസ്സ് പ്രായം. പക്ഷെ അവൾ മരിച്ചു. ഏതോ ഒരുത്തനുമായിട്ടുള്ള അലിഗേഷനാണ്. അത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അവൾ ബുദ്ധിമതിയാണോ അല്ലെങ്കിൽ അവൾ അതിബുദ്ധി കാണിച്ചതാണോ, ഈ അപ്പുറത്തിരുന്നവൻ അവനോ അവളോ ബുദ്ധി കാണിച്ചാണോ നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഫോൺ എന്തായാലും പപ്പട പരിവായി പോയിട്ട് അതിനകത്ത് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി മാത്രമേ ഉള്ളൂ ഈ പെൺകുട്ടിയുടെ മരണത്തിലെ ദുരൂഹത. അച്ഛനും അമ്മയ്ക്കും ഏകമകൾ, അച്ഛൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് പ്രിൻസിപ്പൽ ഫ്രം എ പോളിടെക്നിക് കോളേജ്, ആൻഡ് അമ്മ എന്ന് പറയുന്നത് അവരൊരു കളക്ടറേറ്റ് ഉദ്യോഗസ്ഥയാണ് പാലക്കാട്. ഇത്രയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വെൽ സെറ്റിൽഡ് ആയിട്ട് പഠിക്കുകയും ബ്രില്യൻ്റ് ആയിട്ട് ജോലി നേടുകയും ചെയ്തൊരു പെൺകുട്ടി, എല്ലാവരും കയ്യെത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ അപൂർവമായിട്ടുള്ളൊരു ജോലി കിട്ടിയ പെൺകുട്ടി, നല്ല 1.5 ലക്ഷം ശമ്പളം ഉണ്ടെന്നൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അത്രയൊക്കെ ശമ്പളം ഉണ്ടെന്ന്. എനിവേ എന്നാലും വെൽ സെറ്റിലായ നമ്മൾ കരുതുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് മരിക്കുന്നത്. മരിക്കാൻ ചൂസ് ചെയ്ത മാർഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും വികൃതമായ, ഇത്രയും മനക്കെട്ടി അവൾക്കുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ജീവിതം തുടരാൻ പാടില്ലായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്. പറഞ്ഞു. തീർച്ചയായും ശരിക്കും ഇത് ശാരിക പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കണ്ടപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി, വിഷമം തോന്നി. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ആവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, കുട്ടികളെ ഹൈലി കോൺസെൻട്രേറ്റ് ചെയ്യുക, പഠിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പഠിച്ചു, വീട്ടുകാരുടെ നിർബന്ധപ്രകാരമോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമോ പഠിച്ച് എന്തോ ആവട്ടെ, അവൾ നല്ലൊരു നിലയിൽ, നല്ലൊരു പൊസിഷനിൽ, നല്ല സാലറിയോട് കൂടിയ ഒരു ജോലിയുണ്ട്, അവൾക്ക് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുണ്ട്. ഇനിയിപ്പോൾ അമ്മയുടെയോ അച്ഛൻ്റെയോ ആരുടെയും സഹായം ഇല്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് ഇത്രയും രൂപ ശമ്പളം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. അപ്പോൾ ശരിക്കും ഈ കുട്ടികളെ വെറുതെ പഠിപ്പിച്ച് വിടുന്നതിലും നല്ലത് ഇപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ജീവിതങ്ങൾ അല്ലെങ്കിൽ പല ആളുകളുടെ വ്യക്തികളുടെ ജീവിതങ്ങൾ അവരെ കാണിച്ച് തന്നെ വളർത്തണം. ഓരോ കുടുംബത്തിലും ഓരോ മനുഷ്യരും ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് വാഗൊണ്ട് പറയുമെങ്കിലും വേണം. അതായത് കുട്ടികളെ ജസ്റ്റ് ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തുക. എല്ലാവരും വലിയ ക്രെഡിറ്റോടാണ് ആ ഒരു കാര്യം പറയുന്നത്. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് കുട്ടികളെ അനുഭവിപ്പിച്ചിട്ടില്ല, അല്ലെ അവർക്ക് അങ്ങനെ ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അവർ പറയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ശരിക്കും മാതാപിതാക്കളെ നിങ്ങൾ തന്നെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ചെറുപ്പം തൊട്ട് മക്കൾ പറയുന്ന വാശി പിടിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഡിസിഷൻ വരുമ്പോഴത്തേക്കും ഇതുവരെയെല്ലാം ഞങ്ങൾ ചെയ്തു തന്നില്ലേ, പക്ഷേ ഈ ഒരു കാര്യം മാത്രം നീ ഞങ്ങളോട് പറയരുത്, ഞങ്ങൾക്ക് അത് സമ്മതിച്ചു തരാനാവില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന മാനസിക ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ശരിക്കും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്ത് തന്നെ ആയാലും അത് ചെയ്തത് 100% മണ്ടത്തരമാണ്. പക്ഷെ ആ ചെയ്തത് മണ്ടത്തരമാണ് എന്നുള്ള തിരിച്ചറിവ് ആ കുട്ടിക്കില്ലായിരുന്നു. ആ കുട്ടിക്ക് അത് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ചെറുപ്പം തൊട്ടേ അല്ലെങ്കിൽ ഒരു പ്രായം തൊട്ടേ ആ കുട്ടികളെ ആ രീതിയിൽ, ഇപ്പം മാതാപിതാക്കൾ പഴയതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കുറച്ചുകൂടെ കമ്പനിയായിട്ട് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളോട് കാര്യങ്ങൾ പറയാനും, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഈ പറയുന്ന മറ്റൊരു IB ഉദ്യോഗസ്ഥനുമായിട്ടാണ് ഒരുപക്ഷെ ആ കുട്ടി ഫോണിൽ സംസാരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ആ ആള് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു മരണത്തിന് കാരണവും. പക്ഷെ ആ വ്യക്തി ഫിസിക്കലി ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നേരിട്ട് വന്ന് കഴുത്തിരിച്ച് കൊല്ലുകയോ ഒന്നുമല്ല. പക്ഷേ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വയം റെയിൽവേ ട്രാക്കിൽ കിടന്ന് മരണം സ്വയം തിരഞ്ഞെടുക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനൊരു വ്യക്തിക്ക് വേണ്ടി അല്ല താൻ ഇത്രയും കൊല്ലം ജീവിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലെങ്കിലും തനിക്കൊന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകം ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇല്ലാതെ പോയത് അതിനെയാണ്. കാരണം ഇനിയിപ്പോൾ ആ കുട്ടി മരിച്ചുപോയി, ഒരിക്കലും അത് തിരിച്ചു വരില്ല. അത് ഇങ്ങനൊരു മരണം അതിന് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ ഇനിയും ഇതുപോലെ ഒരുപാട് മേഘമാർ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല ശമ്പളം, ഇത് മാത്രം
മാത്രം കൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ. ചിലപ്പോൾ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ അതിദരിദ്രമായ ഒരു കുടുംബത്തിലുള്ളവർ തമ്മിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും കഴിയുന്നത്. കാരണം അവർക്കൊരു ലെവൽ ഓഫ് അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം അറിയാം. അതുപോലെ തന്നെ ഇങ്ങനെ കുട്ടികളെ ഇനി വളർത്തുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് PG വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള മേഖലകളെല്ലാം തിരഞ്ഞെടുത്ത് പഠിത്തം പൂർത്തിയാക്കി നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ടീനേജ് പ്രായം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആർക്കാണെങ്കിലും ഒരു ഇഷ്ടം തോന്നും, ഒരു പ്രണയം തോന്നും. അപ്പോൾ ആ ആളെ വിവാഹം കഴിക്കണം എന്ന് തോന്നും. ഒരു പെൺകുട്ടികളുടെ ഒരു അൽഗോരിതം അനുസരിച്ച് ഈ കല്യാണം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സീരിയസ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അമിതമായിട്ട് പ്രതീക്ഷിക്കും അല്ലെങ്കിൽ അമിതമായിട്ട് സ്നേഹിക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ വ്യക്തിയിൽ നിന്ന് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട്, അതായത് ഒരു വാക്ക് കൊണ്ടാണെങ്കിൽ പോലും ഒരു വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് പോലും വന്ന് അവർക്കത് സഹിക്കാൻ പറ്റണമെന്നോ താങ്ങാൻ പറ്റണമെന്നോ ഇല്ല. പക്ഷേ സെയിം ടൈമിൽ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇതേപോലെയുള്ള പെൺകുട്ടികൾക്ക് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും നീ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലടാ എന്ന് പറയാൻ അങ്ങനെ പല രീതിയിൽ പല ആളുകൾ പല രീതിയിൽ ചിന്തിക്കുന്നവരാണ്. ഇപ്പം മേഘയെ സംബന്ധിച്ചിടത്തോളം മേഘയ്ക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അമ്മയും അച്ഛനും വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, ഈ ആളുമായിട്ട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ കുട്ടി മരണം തിരഞ്ഞെടുത്തു. പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാൻ ആ കുട്ടിക്ക് കഴിവുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും ഇങ്ങനൊരു വഴി അവർ തിരഞ്ഞെടുക്കില്ലായിരുന്നു. ഒരു എയർപോർട്ടിൽ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൊതിക്കുന്ന ഒരു കാര്യം. എല്ലാവർക്കും ഒന്നും ഈ പറയുന്ന ഇന്റലിജൻസ് ബ്യൂറോയിലൊന്നും അഡ്മിഷനോ അല്ലെങ്കിൽ അവിടെ ചേരാനോ ഒന്നും പറ്റണമെന്നില്ല. എന്തോരം ബാക്ക് വർക്ക് അതിനുവേണ്ടി ചെയ്തിട്ടുണ്ടാവും. ഇത്ര എല്ലാം കഷ്ടപ്പെട്ട് ഒറ്റ മോളെന്ന് പറയുമ്പോൾ നിലവിൽ ആ അച്ഛൻ്റെ അമ്മയുടെയും മനോനില വളരെ മോശമാണെങ്കിൽ പോലും ഒരു പരിധിവരെ അവർ അടങ്ങുന്ന നമ്മുടെ സമൂഹം എല്ലാം ഇതിനൊരു കാരണമല്ലേ ശാരിക? തീർച്ചയായിട്ടും. കാരണം ഇതിൽ നമ്മൾ പഴയ ആൾക്കാർ പറയുന്ന ഒരു സംഭവമുണ്ട്, ബുദ്ധിയും വിവേകവും രണ്ടാണെന്ന്. സത്യം തന്നെ, ബുദ്ധിയുള്ള എല്ലാവർക്കും വിവേകം ഉണ്ടാവണമെന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ ഈ കുട്ടിയെ വളർത്തിയ ആ പാരൻസിന് സാധിച്ചിട്ടില്ലെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ പാരൻസിനെ കുറ്റപ്പെടുത്തും, വേറെ ഒന്നും കൊണ്ടല്ല. എല്ലാവരും പറയും എന്ത് ചെയ്യാൻ പറ്റും, അവൾ അങ്ങനെ പിഴയായി പോയി, അല്ലെങ്കിൽ അവൾ അങ്ങനെ മരിച്ചു, അല്ലെങ്കിൽ അവൻ അങ്ങനെ മയക്കുമരുന്ന് അഡിക്റ്റ്. ഇതിനൊക്കെ പാരന്റ് ഉത്തരവാദികൾ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ പെൺകുട്ടിയും 2K കിഡിന്റെ പ്രതിനിധിയാണ്. അവൾക്ക് വയസ്സ് 24 ആകുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പരിശോധിച്ച് 2010 ശേഷമായിരിക്കാം മേ ബി അവളുടെ ജന്മം. 2000 ശേഷമായിരിക്കും അവളുടെ ജന്മം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അവളും 2K കിഡാണ്. ഇപ്പൊ 2K കിഡിന് അടുത്ത ഒരു കറുത്ത തോലൂടെ സംഭവിച്ചു. കാരണം ഈ കൊലപാതകങ്ങളും ഇങ്ങനെയുള്ള മരണങ്ങളും ലഹരി കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് 2K കിഡുകളാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ 2K കിഡിനെ അടച്ചാക്ഷേപിക്കുകയൊന്നുമല്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പാരൻസിന് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം. കാരണം അവൾ ഒറ്റ മോളാണ്. അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരാണ്. തീർച്ചയായിട്ടും അദ്ദേഹം റിട്ടയർഡ് ആയിട്ടുള്ള ഈ റീസൺ ഡേയ്സിൽ വല്ലതും ആയിരിക്കും. കാരണം ഒരു കോളേജിന്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തിരക്കുകൾ അദ്ദേഹത്തിന്റെ ജോലിയിലുണ്ടാവാം. അവരുടെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരസ്ഥലങ്ങളിലാണ്. ഈ രണ്ട് കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അവരുടെ മകളെ വരുമ്പോൾ മേ ബി അവൾക്ക് പെൺകുട്ടി അവളുടെ ഒരു ബാല്യകാലം അഡോളസെന്റ് ഏജ് എല്ലാം ഹോസ്റ്റലിൽ നിന്നായിരിക്കാം ജീവിതം ചെലവഴിച്ചിട്ടുണ്ടാവുക. ബിക്കോസ് വീട്ടിലാരും ഉണ്ടാവില്ല. അവളൊരു ഡേ സ്കോളർ ആവണമെന്ന് നിർബന്ധമില്ല. അവളുടെ കാര്യങ്ങൾ പറയാൻ അവൾക്ക് ആരും ഉണ്ടാവണമെന്നില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ അവളെ തപ്പി എടുത്തോ നോക്കുവാണെന്നുള്ള ചിലപ്പോൾ ഉണ്ടാവില്ല ആരും. പക്ഷേ അങ്ങനെ ഇല്ലെങ്കിലും അവൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവണമായിരുന്നു. ആര്? അവളുടെ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒരാൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകണമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പോയപ്പോൾ ആർക്ക് പോയി? ഈ പറയപ്പെടുന്ന കാമുകന് പോയില്ല, ഈ പറയപ്പെടുന്ന കാമുകൻ്റെ വീട്ടുകാർക്ക് പോയിട്ടില്ല. കാമുകൻ ഉണ്ടെങ്കിൽ കാമുകൻ പോയിട്ടില്ല. പക്ഷേ അവരുടെ അച്ഛനും അമ്മയ്ക്കും അത് അച്ഛൻ്റെ അറിവിൽ പെൺകുട്ടിക്ക് വലിയ ഡിപ്രഷനോടായിട്ടൊന്നും അറിയില്ല, അമ്മാവൻ്റെ അറിവിലില്ല. പിന്നെ എന്താ പ്രശ്നം? നാട്ടുകാർക്കാണോ പ്രശ്നം? ഇവർ തന്നെ ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന്. IB ഉദ്യോഗസ്ഥയായ ഇന്റലിജന്റ് ആയ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. അവൾ ആ എയർപോർട്ട് നേരെ ഓപ്പോസിറ്റ് ആണ് അവൾക്ക് ഈ പറയപ്പെടുന്ന അവളുടെ അക്കോമഡേഷൻ ഉണ്ടായിരുന്നത്, താമസ സൗകര്യം. അവൾക്ക് ഒരിക്കലും ഈ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് അവളുടെ വഴികളെ ആയിരുന്നില്ല. റെയിൽവേ സ്റ്റേഷന്റെ റെയിൽവേ ട്രാക്കിന്റെ ഏരിയയിലേക്ക് അവൾക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. അവൾ എങ്ങനെയാണ് ഈ ചാക്കയ്ക്കും പേട്ടയ്ക്കും ഇടയിലുള്ള ആ ട്രാക്ക് കണ്ടുപിടിച്ചത്? കഴിഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ മുൻ IG അല്ലേ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ അവൾക്ക് ജേക്കബ് എന്നെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനലുണ്ട്, പ്രൈം വിറ്റ്നസ്. യെസ്, ആ ചാനൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ഏരിയയാണ്. സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ, റെയിൽവേ ട്രാക്കിലേക്ക് ഇങ്ങനെ ആത്മഹത്യ ഏരിയകളുണ്ടോന്ന്. സോ ശരിയാണ്, നമ്മൾ ഇപ്പോൾ കൊടൈക്കനാലൊക്കെ പോയി സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ പറയുന്ന പോലെ റെയിൽവേ ട്രാക്കിലും ഈ റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല യാത്രാ സൗകര്യം തരുന്ന പോലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് റെയിൽവേ ട്രാക്കുകളിൽ നടത്തുമോ അല്ലെങ്കിൽ അതിന് സമീപ പ്രദേശങ്ങളിൽ നിൽക്കുന്നതോ ഒക്കെ വളരെ ഭയങ്കര പ്രശ്നങ്ങളാണ്. നമ്മൾ വണ്ടി തട്ടുന്ന പോലെ അല്ല, തീർന്നു, നമ്മുടെ കാര്യം തീർന്നു. പിന്നെ ജീവിച്ചിരുന്നിട്ട് അഥവാ ജീവൻ ഉണ്ടെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യം ആ പരുവത്തിലായിരിക്കും ട്രെയിൻ തട്ടിയാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. ട്രെയിൻ തട്ടി എനിക്ക് തോന്നുന്നില്ല ആരും മരിക്കാതിരുന്നിട്ടുണ്ടെന്ന്, മിക്കവരും മരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടായിട്ടാണോ ഈ പെൺകുട്ടി ചാക്കായിക്കും പേട്ടയ്ക്കും ഇടയിലുള്ള ആ ലൈനിലൂടെ നടക്കും? കാരണം ലോക്കോ പൈലറ്റ് ഇതിന് കറക്റ്റായിട്ട് ദൃക്സാക്ഷി ഇവരുടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതാരും അറിയാൻ പോകുന്നില്ല. ഒരുപക്ഷെ കൊലപാതകമാണെന്നോ ട്രെയിൻ അറിയാതെ തട്ടി മരിച്ചാണെന്നോ ഒക്കെ അങ്ങനെ വിചാരിച്ചു. പക്ഷേ ദൃക്സാക്ഷികളൊക്കെ കൂടുതൽ ലോക്കോ പൈലറ്റ് വ്യക്തമായിട്ട് കണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പെൺകുട്ടി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ചാക്കയ്ക്കും പേട്ടയ്ക്കും ഇടയിലുള്ള റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നു. ട്രെയിൻ വരുന്ന കണ്ട ഉടനെ തന്നെ
നേരെ കുറുകെ അങ്ങ് കയറി കിടക്കുവാണ്. പാല ഈ പറയപ്പെടുന്ന പോലെ നമ്മൾ ബീച്ചിൽ അങ്ങ് കിടക്കുന്ന പോലെ. ഞാൻ കളിയാക്കി പറയുന്നതല്ല, ഒരു സർക്കാസത്തിനായിട്ട് പറയുന്നതാണ്. ഒരു മരണത്തെ നമ്മൾ കളിയാക്കുമല്ല. പക്ഷേ സത്യത്തിൽ അവളെയാണോ കളിയാക്കേണ്ടത്, അവളുടെ അച്ഛനെ അമ്മയാണോ പറയേണ്ടത്? കാരണം ദുഃഖത്തിൽ എല്ലാവരും ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നു, എല്ലാവരും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇവിടെ ആരാണ് തെറ്റുകാരെന്ന് ചോദിച്ചാൽ ആരെ പറയണം? അച്ഛനും അമ്മയും തന്നെയാണ്. കാരണം അവളുടെ മനസ്സറിയാൻ അവർക്ക് സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവരുടെ അറിവിൽ അവൾക്കൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പിന്നെ എന്തിനാണ് ആ പെൺകുട്ടി മരിക്കുന്നത്? അവൾക്കൊരു കാമുകൻ ഉണ്ടാകുന്നു, അത് വീട്ടുകാർ എതിർക്കുന്നു, ഒക്കെ സ്വാഭാവികം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് അവളെ കൺവിൻസ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല? ഇനി സപ്പോസ് നിനക്ക് ആ ചെറുക്കനെ തന്നെ വേണമെങ്കിൽ നീ കെട്ടിക്കൊള്ളുക. ഒരുപക്ഷെ അച്ഛനും അമ്മയും അവൻ ചിലപ്പോൾ ഒരു സൈക്കോയോ അല്ലെങ്കിൽ ചിലപ്പോൾ അവന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ മോശമോ, ഈ പെൺകുട്ടിക്ക് മോശമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്നോ ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും അതുകൊണ്ടാവാം ഒരു പക്ഷെ അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നഷ്ടപ്പെട്ട അവളുടെ മാനസിക വ്യാപാരങ്ങൾ കൊണ്ടാണല്ലോ അവൾ മരിക്കേണ്ടി വന്നത്. അതും അതിക്രൂരമായ ഒരു മരണമാണ് അവൾ സെലക്ട് ചെയ്തത്. ഈ ഏറ്റവും വേദനിപ്പിക്കുന്ന മരണങ്ങളിലൊന്നാണ് ഈ റെയിൽവേ ട്രാക്കിൽ തലവെച്ചുള്ള മരണവും അതോടൊപ്പം തീ കത്തി മരണം. ബാക്കിയെല്ലാം നമുക്ക് പിന്നെയും എനിക്ക് തോന്നുന്നില്ല അത്രയും വേദന. മരണം എന്ന് വേദന തന്നെയാണെങ്കിലും നമ്മൾ ആ അനുഭവിക്കേണ്ടി വരുന്ന ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഇച്ചിരി കൂടിയ ഐറ്റമാണ് ഈ റെയിൽവേ ട്രാക്കും ഈ തീ കത്തി മരണവും ഒക്കെ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയും ഈ മരിക്കാൻ കാരണക്കാർ ഈ മേഘ എന്ന പെൺകുട്ടിയുടെ മരണം ദുരൂഹതയുണ്ട്. അവൾ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ചവൻ ആര്? അങ്ങനെ നയിക്കാൻ മാത്രമുള്ള ലോല ഹൃദയമായിരുന്നു അവൾ. ആ ലോല ഹൃദയം ഡെവലപ്പ് ചെയ്തെടുത്തത് അവളുടെ പാരൻസ് അല്ലേ? സോ ഈ 2K കിഡ്സ് ആയാലും 90 കിഡ്സ് ആയാലും ഇനി വരാൻ പോകുന്ന വേറെ കിഡ്സ് ആയാലും അച്ഛനും അമ്മയ്ക്കും പാരന്റിങ് പറ്റത്തില്ലെങ്കിൽ